മാടായിക്കാവ് റോഡിന്റെ അനുബന്ധ പ്രവൃത്തി വൈകിയത് റോഡിന് തകർച്ച ഭീഷണിയാകുന്നു. റോഡിലൂടെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്തത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയതോടെ മാടായി തിരുവർക്കാട്ടുകാവിലും വൻ ഭക്തജന പ്രവാഹമാണ് എത്തിച്ചേരുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. അതിരാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരണ പ്രവൃത്തി മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു. പൂരോത്സവത്തിന്റെ ഭാഗമായി റോഡിലെ ടാറിംഗ് പ്രവൃത്തി നടത്തിയെങ്കിലും അനുബന്ധ പ്രവൃത്തി നടത്തിയില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും താഴ്ന്ന അവസ്ഥയാണ്. 2 ദിവസം മുൻപാണ് ടാറിംഗ് ചെയ്ത റോഡിനരികിൽ ചരൽ മണ്ണിട്ടത്. മഴ ശക്തമായതോടെ ഇത് ഇളകാൻ തുടങ്ങി. വാഹനങ്ങൾ ചെളിയിൽ കുടുങ്ങുന്ന അവസ്ഥയിലാണ്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ റോഡിന്റെ ഇരുവശവും ചെളിക്കുളമായ അവസ്ഥയിലാണ്. 450 മീറ്റർ നീളമുള്ള റോഡ് നവീകരണത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തികൾക്കുമായി 1.42 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാക്കേജിൽ മാടായിക്കാവുമുണ്ട്. ഈ സാഹചര്യത്തിൽ റോഡ് നവീകരണം പൂർത്തിയാക്കാൻ വൈകിയത് റോഡിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കരാറുകാരന്റെ അനാസ്ഥയാണ് റോഡിന്റെ നവീകരണം തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെ തുടരുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. കർണാടക വണ്ടികളാണ് വരുന്നത്. അവർക്ക് റൂട്ടോ കാര്യമൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഇതിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയ റോഡാണ്. ആ റോഡ് 2 സൈഡും വീതിയും കൂട്ടിയിട്ടില്ല. മണ്ണിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് മണ്ണിട്ടതാണ്. അപ്പോൾ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഇത് നിയന്ത്രിക്കാൻ ആരുമില്ല. നിയന്ത്രിക്കാനില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് വണ്ടിക്കാർ കണ്ടമാനം അവിടെ ഇവിടെയും വെച്ച് ബ്ലോക്ക് ഉണ്ടാക്കിയായിരുന്നു. മാടായിക്കാവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഏറെ പിന്നിലാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഇവിടെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ ആവശ്യമായ സെക്യൂരിറ്റി സംവിധാനങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും ഏറെ പിന്നിലാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും അത് അടഞ്ഞു കിടക്കുകയാണ്. ആവശ്യത്തിന് പോലീസുകാരെ നിയമിച്ചാൽ അത് ഭക്തജനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. ഉത്തര മലബാറിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മാടായി തിരുവർക്കാട്ടുകാവിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും റോഡ് പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.